കൂടി മോഡൽ 900 വാട്ട്സ് വരെയുള്ള സൗണ്ട് ബാർ നമുക്കുണ്ട്. സൗണ്ട് ബാർ ഉണ്ടാവും. വീട്ടിലോട്ടൊക്കെ സ്റ്റാർട്ടിംഗ് മോഡലാണ് ഈ 16 നോക്കുന്നവർക്ക് ഈ മോഡൽ ഒരു 340 വാട്ട്സിന്റെ അടുത്തൊക്കെ 340 വാട്ട്സ് വരുന്ന ഐറ്റാണ് ഇവിടെ വേറെ വേറെ. അതിൽ തന്നെ ഇവിടെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ നമുക്ക് ഇവിടുന്നവർക്കൊക്കെ ഇതിൽ നമുക്ക് ഇൻബിൽഡ് ആംപ്ലിഫയർ ഉള്ളതാ, ആമ്പുള്ളതാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി സൗണ്ട് സിസ്റ്റം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഇതിലെ വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ. ഒരുപാട് തരത്തിലുള്ള സ്പീക്കറുകൾ, സൗണ്ട് ബാറുകൾ, സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളാണ്. അടിപൊളി ട്രോളി സ്പീക്കറുകൾ, എല്ലാത്തരം സ്പീക്കറുകളും കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് തരത്തിലുള്ള ചെറിയ ചെറിയ സ്പീക്കർ തൊട്ട് നമുക്ക് വലിയ ട്രോളി സ്പീക്കർ ഉണ്ട്, അങ്ങനെ ആംബിൾ ഉണ്ടാവും, സൗണ്ട് ബാർ ഉണ്ടാവും. അതിക്ക് വേണ്ടി കണക്ട് ചെയ്യാൻ പറ്റുന്ന വയറ് കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ട്. എല്ലാം തന്നെ കിട്ടുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇവർ ചെയ്യുന്നത്. എല്ലാം തന്നെ സ്ഥലം വേറെ ഇല്ല, നമ്മളെ കോഴിക്കോട് തന്നെയാണ് വന്നിട്ടുള്ളത്. കോഴിക്കോട് ഏകദേശം പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. നന്ദില തീമാടിന്റെ തൊട്ട് ബാക്ക് സൈഡിലേക്കുള്ള റോഡിലേക്ക് കുറച്ചൊന്ന് പോകുന്നത്, അതായത് ശ്മശാന റോഡ് എന്ന് പറയും, ആ റോഡിലേക്ക് കുറച്ചൊരു പോകുന്നത് നമുക്ക് ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റും. മോഡേൺ ഇലക്ട്രോണിക്സ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വാഹനത്തിന്റെ ഉള്ളിലേക്ക് വേണ്ടി സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം തന്നെ ആംബിൾ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്പീക്കറുകളുണ്ട്. ഇനി നമ്മൾ വീട്ടിലേക്കൊക്കെ ഒരു റൂമിലോ ആളിലൊക്കെ പരിപാടി പ്രോഗ്രാമൊക്കെ നടത്തുന്നവർക്കാണെങ്കിലും അങ്ങനത്തെ വേണ്ടിയ സ്പീക്കർ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്പീക്കറുകൾ കാര്യങ്ങൾ, ട്രോളി സ്പീക്കറുകൾ കാര്യങ്ങൾ, അതൊക്കെ വിത്ത് മൈക്കോഡ് കൂടികൾ കാര്യങ്ങൾ, അങ്ങനെ പല ഐറ്റംസ്, പ്രൊജക്ടറുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇവരോടൊന്ന് കൂടുതലായിട്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചേക്കല്ല. അടിപൊളി സൗണ്ട് ബാറിന്റെ, ഹോം തിയേറ്ററിന്റെ ഒക്കെ സബ് ഊപ്പറുകളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, കാറിലേക്കൊക്കെ വെക്കാൻ പറ്റുന്ന മോഡൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കാം. ഇവരെ താഴെ വരെ നമ്പർ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. അപ്പൊ നേരെ നമുക്ക് ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പറയാതിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അതെ, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ എന്താണ് കാണിക്കാൻ പോകുന്നത്? നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത് സെബ്രോണിക്സിന്റെ സൗണ്ട് ബാർ ആണ് കാണിക്കാൻ പോകുന്നത്. സെബ്രോണിക്സിന്റെ സൗണ്ട് ബാറുകളില്ലേ, ഇതാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വന്ന മോഡൽ. ഇതിപ്പോ എത്ര വാട്ട്സ് സൗണ്ട് കിട്ടത്തില്ല? നമുക്ക് 72 വാട്ട്സ് ആണ് ഇതിന്റെ സൗണ്ട് വന്നത്. പിന്നെ ഇത് തൊട്ടിട്ട് നമുക്ക് കൂടിയ മോഡൽസ് വരെ ഉണ്ട്. 900 വാട്ട്സ് വരെയുള്ള സൗണ്ട് ബാർ നമുക്കുണ്ട്. സൗണ്ട് ബാർ ഉണ്ടാവും. ഇതില് സ്പീക്കർ ഇപ്പം ഒറ്റ ഇതിൽ തന്നെയാണ് സ്പീക്കറൊക്കെ വരുന്നത്. പിന്നെ ഒരു 12 ഇഞ്ചിന്റെ ഒരു സബ്ബാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് മൈക്കുള്ള സൗണ്ട് ബാർസ് ഉണ്ട്. മൈക്കുള്ളതാണ് ഇവിടെ താഴെ ഉണ്ടല്ലേ? മൈക്കുള്ള സൗണ്ട്, രണ്ട് മൈക്കാണ് വന്നിട്ടുള്ളത്. രണ്ട് മൈക്ക് ഉണ്ടാവും ഇതില്. രണ്ട് മൈക്ക്, ഒരു സബ്, ഒരു ബാർ, ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ അതിനെക്കാട്ടും കൂടുതൽ ഡബിൾ സബ് 5.2 ആണ് ഈ വരുന്നത്. ഡബിൾ സബ് വരുന്നത്. ഓ, ഇതിപ്പോ അടിപൊളി. ഇതൊക്കെ എത്ര വാട്ട്സ് കിട്ടും ഏകദേശം? ഇത് നമുക്ക് 725 വാട്ട്സ് ഉണ്ടാവും. 725 വാട്ട്സ് അല്ലേ? ഓ, നല്ല അടിപൊളി ഡോൾബി നമുക്ക് നല്ല അടിപൊളി സൗണ്ട് സിസ്റ്റം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകൾ. ഇനി ആളിലാണെങ്കിൽ നമുക്ക് റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. റൂമിലേക്ക് ഒരു തിയേറ്റർ വേണമെങ്കിൽ തിയേറ്ററിന്റെ എഫക്ട് നമുക്ക് ഇതിൽ കിട്ടൂലേ? ഇതിൽ നമുക്ക് എത്ര മൈക്ക് വേണം? ഒരു മൈക്ക് നമുക്ക് സിംഗിൾ മൈക്ക്, റയർ സ്പീക്കർ 2 എണ്ണം, 2 സബ്, ഒരു ബാർ ഉണ്ടാവുള്ളൂ നമുക്ക് ഇതിൽ. എക്സ്ട്രാ മൈക്ക് കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടാവും? എക്സ്ട്രാ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും അല്ലല്ലേ? അപ്പൊ ഇതാണ് മോഡൽസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ ഇതാണ് സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ. സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത് നമുക്ക് 72 വാട്ട്സിൽ വന്ന സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത്. പിന്നെ അങ്ങനെ തൊട്ട് നമുക്ക് 900 വാട്ട്സ് വരെയുള്ള 900 വാട്ട്സ് വരെയുള്ള സൗണ്ട് വാട്ട്സ് ഉണ്ടല്ലേ? ഇനി അടുത്ത മോഡൽ ഇപ്പൊ എന്താ വന്നിട്ടുള്ളത്? പിന്നെ നമുക്ക് പ്രൊജക്ടേഴ്സ് ഉണ്ട്. പ്രൊജക്ടർ അല്ലേ? നമ്മൾ വീട്ടിലോട്ടൊക്കെ സ്റ്റാർട്ടിംഗ് മോഡലാണ് ഈ 16. ഈ മോഡലാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത്. പിന്നെ ഇതാണ് നമുക്ക് ഹൈ സപ്പോർട്ട് ചെയ്യില്ലേ? 4K 2K ആണ് നമുക്ക് വരുന്നത്. ഫുൾ എച്ച് ഡി നമുക്ക് സപ്പോർട്ട് ആയിരിക്കും. ഓട്ടോ ഫോക്കസ്, ഓട്ടോ കീസ്റ്റോൺ എല്ലാം ഉള്ള മോഡലാണ്. അതിലിപ്പോ നമുക്ക് USB എല്ലാം കണക്ട് ചെയ്തൂടെ? USB, പെൻഡ്രൈവ്, മൊബൈലായിട്ട് നമുക്ക് മിറാകാസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ മോഡൽ. ഇതാണ് നമുക്ക് ഏറ്റവും വലിയ മോഡൽ. അപ്പൊ ഇത് സ്റ്റാർട്ടിംഗ് മോഡൽ ഇതുണ്ടല്ലേ? ഇതിനിപ്പോ റിമോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല? റിമോട്ട്, അഡാപ്റ്റർ എല്ലാം ഇതിലുണ്ട്. പിന്നെ ഇവിടുന്ന് വാങ്ങുന്ന സാധനത്തിനൊക്കെ എന്തെങ്കിലും വാറന്റി കാര്യങ്ങളൊക്കെ? നമുക്ക് ഇതിന് 1 ഇയർ വാറന്റിയാണ് സെബ്രോണിക്സിന്റെ എല്ലാത്തിനും. ഐറ്റംസിനും ഇവിടെ ഇടത്ത് പാലത്തിന്റെ അടുത്താണ് അതിന്റെ സർവീസ് സെന്റർ ഒക്കെ വരുന്നത്. 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോർട്ടിങ് നമ്മൾ തരുമല്ലേ? പിന്നെ ഇവിടുന്ന് ഐറ്റംസ് നമ്മൾ കാണിക്കത്തൊക്കെ കൊറിയർ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ പരിപാടി? കൊറിയർ ചെയ്തെടുക്കുക. നമുക്കുള്ള കൊറിയറിന്റെ ഇതായിരുന്നെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. കൊറിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പൊ അടുത്ത നമുക്ക് ട്രോളി സ്പീക്കർ മോഡൽ, കണ്ടുക മോഡൽ സ്പീക്കർ നോക്കല്ലേ?
ഇനി ഇതാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. സ്റ്റാർട്ടിങ് 1500 രൂപ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രോളി സ്പീക്കറാണ് ഇത്. വിത്ത് മൈക്ക് കോഡുള്ള മൈക്ക് ഉള്ളതാണ്. എത്ര വാട്ട്സ് ഉണ്ടാവും ഇതിലൊക്കെ? ഇത് 20 വാട്ട്സ് RMS ആണ് വരുന്നത്. 20 വാട്ട്സ്. ഇത് തൊട്ട് നമുക്ക് അത്യാവശ്യം ഇതൊക്കെ ഏകദേശം എത്ര ചാർജിങ് കിട്ടും ഒരു ഫുൾ ചാർജിൽ? ഇതൊക്കെ നമുക്ക് ഒരു 2-2.5 മണിക്കൂർ ചാർജിങ് നമുക്ക് എന്തായാലും കിട്ടൂലേ. നമ്മ പിന്നെ അത് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിന്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ. ഇതിപ്പോ 20 വാട്ട്സ് 20 വാട്ട്സ്. പിന്നെ അത് തൊട്ടിട്ട് നമുക്ക് ഇതിലേക്ക് വലിയ ട്രോളി ഐറ്റംസ് വരെയുണ്ട്. വലിയ ട്രോളി സ്പീക്കർ വരെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ മോഡൽ ഉണ്ടല്ലേ, വലിയ ട്രോളി സ്പീക്കർ വരെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അത്രത്തിൽ പെട്ടല്ലേ? ഇതൊക്കെ ഈ മോഡലിൽ പെട്ടതാണ്. ഇത് നമുക്ക് അതില് ഈ മോഡലിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും പക്കയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇൻഡോറിലാണെങ്കിൽ ഔട്ട്ഡോറിലാണെങ്കിൽ നല്ല വോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ മോഡൽ സെബ്രോണിക്സിന്റെ. ഇതൊക്കെ എത്ര വാട്ട്സ് കിട്ടും സൗണ്ട്? ഇത് നമുക്ക് 120 വാട്ട്സ് ആണ് ഇതിൽ വരുന്നത്. 120 വാട്ട്സ് ആണ് വരുന്നത്. ഫുൾ റേഞ്ച് സ്പീക്കർ ആണ് ഇതിൽ വരുന്നത്. നല്ല ത്രോയിങ് കിട്ടും. ഇനിയിപ്പോ ഒരു ഹാളില് പ്രോഗ്രാം അടിപൊളിയായിട്ട് ഒറ്റ സ്പീക്കറിൽ വെച്ച് മൈക്ക് കണക്ട് ചെയ്യാനുള്ള 2 മൈക്ക് ഇതിന്റെ കൂടെ വരും. ഇതല്ലാണ്ട് 2 മൈക്ക് ഇതിൽ എക്സ്ട്രാ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. 4 മൈക്കിൽ. അപ്പൊ മൊത്തത്തിൽ 4 മൈക്ക് പിന്നെ ഒരു ഇൻസ്ട്രുമെന്റും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അങ്ങനത്തെ ലൈറ്റ് കത്തുന്ന മോഡൽസ് കാര്യങ്ങളല്ലേ ഇവിടെ വന്നിട്ടുള്ള മോഡൽ പറഞ്ഞാല് ഇത്തരത്തിലുള്ള ലൈറ്റ് എല്ലാം മിന്നുന്നത്. പിന്നെ ഇവിടെ ഡിസ്പ്ലേ കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് സൗണ്ട് കൺട്രോൾ ചെയ്യാനുള്ളതൊക്കെ ഇതിന്റെ മുകളിൽ തന്നെ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഇതിന് മുകളിൽ ഉണ്ടാവും. മൈക്കിന് എക്കോയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തോണ്ട് നടക്കാൻ പറ്റുന്ന മോഡൽസ് കാര്യങ്ങൾ. ട്രോളി സ്പീക്കർ ആണ് ഇതൊക്കെ വരുന്നത്. ട്രോളി സ്പീക്കർ ആണ്. ട്രോളി സ്പീക്കർ മോഡലാണല്ലേ? ഇങ്ങനെ നമുക്ക് ഒരു ഇങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങൾ. അത് വിത്ത് LED കൂടിയാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് എത്ര വാട്ട്സ് വരും ഏകദേശം? ഇതൊരു 70-72 വാട്ട്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. 70-72 വാട്ട്സ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? പിന്നെ അടിപൊളി സ്പീക്കർ വേറെ വേറെ അതിൽ തന്നെ ഇവിടെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാലോ. സൗണ്ട് കാര്യങ്ങളെല്ലാം തന്നെ ബോസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൺട്രോൾ ചെയ്യാം. ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള മൈക്ക് കാര്യങ്ങൾ USB കണക്ട് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ സ്പീക്കർ പറഞ്ഞാല് ഇത്തരത്തിൽ വരും കേട്ടോ. ഇതിന്റെ ഒപ്പം 2 മൈക്ക് ഉള്ളതാണ്. 2 മൈക്കുള്ളതാണല്ലോ. 2 മൈക്കും ഉണ്ടാവും. 2 മൈക്ക് എക്സ്ട്രാ നമുക്ക് കുത്താനും പറ്റും. വൈഡ് മൈക്ക് 2 എക്സ്ട്രാ കുത്താനും പറ്റും. വയർലെസ് മൈക്ക് ആണെങ്കിൽ 2 തരും. 2 ഉണ്ടാവും ഇതിന്റെ ഒപ്പം. ഇതാണ്ടോ വരുന്നത്. പിന്നെ അടുത്തൊരു ഇത് നമുക്ക് പാർട്ടി ഐറ്റംസിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഹെവി ആയിട്ടുള്ള പാർട്ടി ആളിലേക്ക് വെക്കാൻ പറ്റുന്ന ആളിലോട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഹെവി ആയിട്ടുള്ള സ്പീക്കറാണ്. DJ ഒക്കെ നടക്കുന്നവർക്കൊക്കെ അതെ അതെ. ഇതിൽ നമുക്ക് ഇതില് ഇൻബിൽഡ് ആംപ്ലിഫയർ ഉള്ളതാ. ആമ്പുള്ളതാണ് ഉള്ളതാണ് ഇതിലൊക്കെ അല്ലേ? കണ്ടില്ല, നല്ല അടിപൊളി ഉണ്ടാവും. നമുക്ക് സൗണ്ട് ഒക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ ഇവിടെ കാണാനൊക്കെ കഴിയൂലേ? ഇതൊക്കെ അത്യാവശ്യം നല്ല. ഇതൊക്കെ എത്ര വാട്ട്സ് വരുന്ന ഏകദേശം? ഇതൊരു 340 വാട്ട്സിന്റെ അടുത്ത് 340 വാട്ട്സ് വരുന്ന ഐറ്റം ആണല്ലേ ഇതെന്ന് പറഞ്ഞാല്. അടിപൊളി. 2 പെയറാണ് വരുന്നത്. 2 പെയർ ഐറ്റംസ് ആണ് വരുന്നത്. ഇത് രണ്ടും കൂടി ഒന്നിച്ചെടുക്കാൻ പറ്റുന്നത്. ഒന്നിച്ചാണ് എടുക്കുക. അപ്പൊ ഈ 2 സ്പീക്കറും കൂടി നമുക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റുന്ന മോഡൽ കാര്യങ്ങളാണല്ലോ വന്നിട്ടുള്ളത്. ഇപ്പൊ അത് ലിമോർ ഉണ്ടല്ലേ? ഇത് സെബ്രോണിക്സിന്റെ. ഇത് ലിമോർ. ഇത് ലിമോറിന്റെ ഐറ്റംസ്. ഇത് ടവർ സ്പീക്കർ ആണ് വരുന്നത്. ടവർ സ്പീക്കർ ആണല്ലോ ലിവറിന്റെ ടവർ സ്പീക്കർ. ഇത് ഇത് 2 സ്പീക്കറും 2 ട്യൂട്ടറും ഉണ്ടാവും. 2 സ്പീക്കറും 2 ട്യൂട്ടറും കൂടി വരുന്ന മോഡലാണല്ലേ? അപ്പൊ ഇതിന്റെ USB ഒക്കെ കണക്ട് ചെയ്യുന്ന ഏകദേശം ഫ്രണ്ട് ഭാഗത്ത് തന്നെയല്ലേ? ഇതിന്റെ ഒപ്പം മൈക്കും ഉണ്ടാവും. മൈക്കും ഉണ്ടാവൂലേ? ഒരു സിംഗിൾ മൈക്ക് ഉണ്ടാവും ഇതിനൊപ്പം. സിംഗിൾ മൈക്കും ഉണ്ടാവും. അപ്പൊ ഇത്ര ഹെവി മോഡൽ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ മോഡൽസും ഉണ്ടാവൂലേ? പിന്നെ ഇത്തരത്തിലുള്ള വേറെ മോഡൽസ് ഇതെല്ലാം ലിമോറിന്റെ ആണല്ലേ? ഇതൊക്കെ ലിമോറിന്റെ ആണ്. ഇതിപ്പോ 2 കൂടിയുള്ള കോമ്പോയാണ്. ഇത് 2 കൂടിയുള്ള കോമ്പോയാ. 2 കൂടിയുള്ള കോമ്പോ. അപ്പൊ നമ്മൾ അവിടെ നേരത്തെ കണ്ടേ നോക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഇത് 12 ഇഞ്ച് ഡബിൾ തന്നെ മോഡലാ. അത് 15 ഇഞ്ച് സിംഗിൾ തന്നെ മോഡലാ. അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ ഇതിന്റെ ഇവിടെ ഇങ്ങനെ കൺട്രോള് കാര്യങ്ങളൊക്കെ ഇതിലും ഈക്വലൈസറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡിസ്പ്ലേ ഉണ്ടാവും. 2 മൈക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലും ഉണ്ടാവും. പിന്നെ ആളിലേക്കൊക്കെ നമുക്ക് DJ പ്രോഗ്രാമിനൊക്കെ പറ്റിയ മോഡൽ. പിന്നെ ഇതിവിടെ വന്നതിൽ ഏറ്റവും നല്ല അടിപൊളി ഇത് 12 ഇഞ്ച് ഡബിൾ വരുന്ന പാർട്ടി സ്പീക്കറാണ്. പാർട്ടി സ്പീക്കർ, ട്രോളി സ്പീക്കർ. കണ്ടോ അടിപൊളി കേട്ടോ. കണ്ടോ ലൈറ്റ് ഒക്കെ ഇട്ടാണ്ട് മിന്നിച്ചാൽ അടിപൊളിയായിരിക്കും. കണ്ടോ എല്ലാം തന്നെ വിത്ത് LED കൂടിയാണ്. സെബ്രോണിക്സിന്റെ എല്ലാ ഐറ്റംസും ഇവിടെ വരുന്നത് കേട്ടോ. സൗണ്ട് ബാർ ഉണ്ട്, അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ കുറഞ്ഞ നിലതാ.
അത്തരത്തിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തിച്ചോണ്ട് വരും. അതാ ഇതാണ് ഇവിടെ നമുക്ക് കൺട്രോളിങ്ങിന്റെ കാര്യങ്ങളില്ല, പിന്നെ സൗണ്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് പറഞ്ഞാല് മുകളിൽ വരും. ഈ ഒരു സൗണ്ട് ബാർ ഇപ്പൊ എങ്ങനെ? ഇത് സൗണ്ട് ബീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മോഡലാണ്. നമുക്ക് അത്യാവശ്യം ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ഹെവി പർപ്പസിന് ഉപയോഗിക്കുന്ന ഐറ്റമാണ്. ഹെവി ആയിട്ട് പക്ഷെ നല്ലൊരു നീളമുള്ള മോഡലല്ലേ. നമുക്കൊരു അടിപൊളിയാണ് ഈ സാധനം. നമുക്ക് ഒരു ഹാളിലേക്കൊക്കെ ഇത് മതിയാവും. ഒരാളിലേക്കൊക്കെ വരുന്നാല് നമുക്ക് ഇത് മതിയാവൂലേ? അത് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമായിരിക്കും ഈ മോഡൽ. കണ്ടോ പുതിയാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോ എത്ര വാട്ട്സ് കിട്ടും ഏകദേശം? ഇതൊരു 310 വാട്ട്സ്. 310 വാട്ട്സ് ഇതിൽ തന്നെ കിട്ടൂല നമുക്ക്. അതെ, അപ്പൊ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇതിന്ന് കിട്ടും. പിന്നെ അത്യാവശ്യം ചെറിയൊരു ട്രോളി സ്പീക്കർ മോഡൽ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമ്മളെ വാഹനത്തിലേക്കൊക്കെ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് അല്ലേ ഇത് വന്നിട്ടുള്ളത്? ഇതൊക്കെ വന്നാല് വാഹനത്തിലേക്കൊക്കെ വെക്കാൻ പറ്റും. നമ്മള് ഇതൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ ഓട്ടോറിക്ഷ, കാറ് അങ്ങനത്തേക്കൊക്കെ വെക്കാൻ പറ്റും നമുക്ക്. ആംബ്ലി മോഡൽ അല്ലേ? പിന്നെ ഇത്തരത്തിലുള്ള ചെറിയ സ്പീക്കറുകൾ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ഈ ലിമോറിന്റെ നമ്മളത് ബസ്സില്, ട്രാവലർ അങ്ങനത്തെ കൊടുക്കുന്ന മിക്സർ ആണല്ലേ? അതായത് നമ്മള് ബസ്സിലേക്ക് വേണ്ടി ട്രാവലറിലേക്ക് വേണ്ടി സൗണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മിക്സറുകളാണ്. പിന്നെ നമുക്ക് പിന്നെ ഒരു മോട്ടോ ഗിയർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്പീക്കർ ഇല്ലേ, അതിന്റെ ആംബ് ഇതിപ്പോ സെറ്റ് കോംബോ ആണോ? അല്ല കോംബോ സെപ്പറേറ്റ് റേറ്റ് വരും ഇതിന്. പക്ഷേ ഹെവി പർപ്പസ് ഹെവിയാണ്. അതിന് തന്നെ സബ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്. ഇതിപ്പോ ബസ്സിലേക്ക് ഉപയോഗിക്കുന്ന, ബസ്സിൽ ട്രാവലറിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്കുണ്ട്. ഇതിലൊക്കെ എത്ര വാട്ട്സ് കിട്ടും ഏകദേശം? ഇതൊക്കെ ഒരു 600 വാട്ട്സ്, 900 വാട്ട്സ്, അങ്ങനെ പല റേഞ്ചിലുള്ള രണ്ട് സ്പീക്കറാണ് അത് പറ്റില്ല. ഒരു വൂഫറാണ് തന്നെ, സബ് വൂഫറാണ്. സബ് വൂഫറാണ് തന്നെ. ഇതാണെങ്കിലും അതേമാതിരി തന്നെ അല്ലേ? ഇത് ആമ്പാണ് തന്നെ. ബസ്സിലോട്ടൊക്കെ കൊടുക്കുന്ന 4 ചാനൽ ആമ്പാണ് വരുന്നത്. ഇതിന്റെ മോണോ ബ്ലോക്ക്, 2 ചാനൽ, 4 ചാനൽ എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. എല്ലാതും ഉണ്ടല്ലേ? ഇതൊക്കെ ആംപ്ലിയിൽ എത്ര സ്പീക്കർ കണക്ട് ചെയ്യാൻ പറ്റും ഏകദേശം? ഇതിന് നമുക്ക് 4 സ്പീക്കർ കൊടുക്കാൻ പറ്റും. 4 സ്പീക്കർ വരെ കൊടുക്കാൻ പറ്റൂലേ? പിന്നെ അതിന്റെ നമുക്ക് മോണോ ആമ്പും കാര്യങ്ങളും ഉണ്ട്, 2 ചാനൽ ആമ്പുണ്ട്. പിന്നെ അതിന് കൊടുക്കുന്ന ഓവൽ സ്പീക്കർ, അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് വണ്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ആമ്പുകൾ, സ്പീക്കർ, ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പീക്കർ, പൈനിയർ, കോഡിയാക്ക്, ബോസ്റ്റിക്, അങ്ങനെയുള്ള ആമ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പിന്നെ ബസ്സിലേക്ക് വേണ്ടിയുള്ള 4 ചാനൽ ആമ്പ്, മോണോ ആമ്പ്, 2 ചാനൽ, അതൊക്കെ നമ്മുടെ അടുത്തുണ്ട്.